എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റി സേഫായിട്ടിരിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ക്രിസ്ത്യാനിറ്റി ഉപദ്രവിക്കപ്പെടുകയാണ്. ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമാണ്. എന്നെ കള്ളത്തര പറഞ്ഞു പിടിപ്പിക്കണം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ എന്താണ്? സേഫാണ്. എൻ്റെ പൊന്നു സാറേ, അല്ല, ഞാൻ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലും താമസിച്ചിട്ടുള്ള ആളാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമല്ല. പ്രൈസ് ഗോഡ്. അതുപോലെ തകർക്കപ്പെടുകയാണ്, അതുപോലെ ഉടയ്ക്കപ്പെടുക. ദൈവമക്കൾ ഇത് അറിയണം. എന്തിനാ അറിയുന്നതെന്നറിയാവോ? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദമസ്കോസിലുള്ളത് കൊണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ യെരുശലേമിലുള്ളത് കൊണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് പട്ടാപ്പകൽ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവമക്കളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുള്ളിടത്തോളം കാലം ഒരു മിറക്കിൾ നടക്കാതിരിക്കുകയില്ല. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന 3 വാക്യങ്ങൾ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യവും പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് 1 വാക്യവും പ്രധാനമായി ആദ്യമായി വായിച്ചതിന് ശേഷം തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം പ്രാരംഭ മുഖവരയിൽ വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഇനി അതേ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 26, 28. അഗ്രിപ്പാവ് പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പാവ് പൗലോസിനോട് പറയുക, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അവസാനമായി 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 പത്രോസ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പൊ ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കാനുള്ളതാണ്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി സമാപന രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വായിപ്പാനിടയായത്. വളരെ ശാന്തമായി വരുന്ന 1 മണിക്കൂർ ഞാൻ ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കാൻ പോവുകയാണ്. 3 വാക്യത്തിലും അന്തർലീനമായിരിക്കുന്ന ഒരു പദം ക്രിസ്ത്യാനി എന്നുള്ള പദമാണ്. ഏതാണ്? ക്രിസ്ത്യാനി. ഒന്ന് പറഞ്ഞ ആ പദം ഒന്ന്. ഇത്രയും ദൈവമക്കൾ ഈ ഗ്രൗണ്ടിലുണ്ട്. കര ഉയർത്തി, ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞ ആ പദം ക്രിസ്ത്യാനി. ആദ്യം ആ പദം വായിക്കുന്നത് 11-ാം അധ്യായത്തിലാണ്, 26-ാം വാക്യത്തിൽ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ അമ്മ ഇറങ്ങി മാളികമുറിയിൽ ദൈവസഭ ആരംഭം കുറിച്ചതിന് ശേഷം 11-ാം അധ്യായം വന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഇട്ട പേരാണ് ക്രിസ്ത്യാനി. മീൻസ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ. ഇന്നത്തെ ഫാൻസ് അസോസിയേഷൻ ഉള്ള സമയം യേശു കർത്താവിന് ഫാൻസ് അല്ല വേണ്ടത്, ഫോളോവേഴ്സാണ് വേണ്ടത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. രണ്ടാമത് വായിച്ചത് അഗ്രിപ്പാവ് പൗലോസിനോട് പറയുന്ന പദത്തിൻ്റെ അകത്തൊരു ക്രിസ്ത്യാനി എന്നുള്ള പദം വരുന്നുണ്ട്. മൂന്നാമത് പത്രോസ് തൻ്റെ അനുഭവത്തിൽ നാടി ചെയ്തതാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നുള്ള പദപ്രയോഗത്തിൽ മാത്രമേ കഷ്ടം സഹിക്കാം. ലോകമെമ്പാടും പരന്നു കിടക്കുന്നൊരു പദമാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്നുള്ള പദത്തിൽ തന്നെ ക്രിസ്തു എന്നുള്ള പദമുണ്ട്. ക്രൈസ്റ്റ് മീൻസ് അനോയിൻറ്റഡ് വൺ.
ഒരു സാധാരണ പദപ്രയോഗമല്ല ക്രിസ്ത്യാനി എന്നുള്ള പദപ്രയോഗം. നമ്മളെല്ലാം പ്രസംഗദ്വാര കേട്ടിട്ടുണ്ട്, യേശു കർത്താവ് മതം സ്ഥാപിക്കാൻ വന്നിട്ടില്ല. ക്രിസ്തുമതം എന്നുള്ള മതം സ്ഥാപിക്കാനല്ല യേശു വന്നത്. 100% ശരിയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, അവൻ വഴിയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതൊരു മതമായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിത്യതയിലേക്കുള്ള ഏക വഴി യേശു അല്ലാതെ വേറെ ആരുമല്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് ക്രിസ്ത്യാനി എന്നുള്ള പദപ്രയോഗം കിടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളാണ് ദൈവസഭയുടെ ആരംഭം കുറിച്ച പുസ്തകം. 2-3 പേർ ഒരുമിച്ച് ചേർന്നിരുന്ന് പാട്ടുപാടി തുടങ്ങിയതല്ലായിരുന്നു സഭ. സഭ തുടങ്ങിയത് പരിശുദ്ധാത്മാവാണ്. അത് പാട്ടുപാടിയൊന്നുമല്ല തുടങ്ങിയത്. പിന്നെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവശക്തി മാളികമുറിയിൽ ഇറങ്ങിയപ്പോൾ ആത്മാവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയായിരുന്നു മാളികമുറിക്കകത്ത്. 2-ാം അധ്യായം തീരുന്നതിന് മുമ്പ് സഭയെന്നുള്ള നാമകരണം അവിടെ രംഗത്ത് വന്നു. 1-ാം അധ്യായം സംഘമായി കൂടിയതാ, 2-ാം അധ്യായം സഭയായി മാറുകയായിരുന്നു. കാണാൻ പറ്റുന്നൊരു മേഖലയൊന്നും അവിടെ നമുക്ക് ലഭ്യമാകുന്നില്ല. അമ്പരചുംബിയായി പണിതുയർത്തിയിരിക്കുന്ന സൗധങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പള്ളിമേടകളെല്ലാം തല്ലിത്തകർത്തും മനുഷ്യൻ മുന്നേറുമ്പോഴും, സഭാഹോളുകൾ തകർത്ത് മുന്നേറുമ്പോഴും സഭ തകർക്കാൻ കഴിയാത്ത കാര്യം ഇത് മനുഷ്യൻ പണിയുന്നതല്ല, ദൈവം പണിയുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്കെല്ലാം പേടി സ്വപ്നമായിരുന്ന ബാനിയാസ് അല്ലെങ്കിൽ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന പൈശാചിക കേന്ദ്രത്തിൻ്റെ സ്ട്രാറ്റജിക് പോയിന്റിലേക്ക് നസറായനായ യേശു കടന്നു എന്ന് തൻ്റെ ശിഷ്യന്മാർ കേൾക്കെ ഒരു ഡിക്ലറേഷൻ ചെയ്തു. ആ ഫിലിപ്പിൻ്റെ കൈസരിയയുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യം സിറിയയാണ്. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ തലവെട്ടി അരിഞ്ഞ് രക്തപ്പുഴ ഒഴുകിയ ആ രാജ്യവും ഈ ഫിലിപ്പിൻ്റെ കൈസരിയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ആ പൈശാചിക കേന്ദ്രത്തിൻ്റെ നടുമുറ്റത്ത് എന്നിട്ടാണ് നസറായൻ ഡിക്ലെയർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ജയിക്കാൻ പറ്റുമെങ്കിൽ നീ ജയിക്കാൻ നോക്കണമെന്ന് അതിൻ്റെ അർത്ഥം. നടക്കില്ല. കാര്യം ഇത് ആരംഭിച്ച ലീഡർ 3-ാം പൊക്ക ഉയർത്തെഴുന്നേറ്റവനാണ്. നേരത്തെ ജ്യോതിഷ് പാടിയതുപോലെ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ജീസസ് ഈസ് എലൈവ്. തല്ലി തകർത്തതാണ്, പക്ഷെ 3-ാം പൊക്കം ഉയർത്തെഴുന്നേറ്റ നസറായൻ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടറായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ, പിശാചേ, നീ എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ കഴിയുകയില്ല. ഒരിടത്ത് തകർന്നാൽ മറു സൈഡിൽ 10,000 യേശുവിങ്കിലേക്ക് ചാടി പുറപ്പെടുന്ന സമയം വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്ന ദൈവമക്കളാണ് ഇവിടെ കരം തട്ടി തുടങ്ങിയത്. അതെ, ഫോളോ മീ. പേരുണ്ടായത് അന്ത്യോക്യയിൽ വെച്ച്. 26-ാം അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലൂസ് പ്രസംഗിക്കുകയും, പൗലൂസ് ഒരു പെർസിക്യൂഷൻ ലീഡറായിരുന്നു. ആദ്യം സഭകളെ ഉപദ്രവിക്കുന്ന ബറ്റാലിയൻ്റെ ലീഡറായിരുന്നു പൗലൂസ്. ശൗൽ എങ്ങനെ ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാം. ഇന്ന് ഒത്തിരി അച്ചാച്ചന്മാരെങ്ങനെ മനസ്സിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കരുതിക്കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ്. ക്രിസ്ത്യാനിയെ എങ്ങനെ ഉപദ്രവിക്കാം. ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാൻ ഈസിയാണ്. കാര്യം ക്രിസ്ത്യാനി തിരിച്ചടിക്കുകയല്ല, അടിയും കൊണ്ട് ചോര ഒലിപ്പിച്ച് സൈഡിൽ കൂടെ പോരുകയല്ലാതെ ക്രിസ്ത്യാനി തിരിച്ചൊന്നും പറയില്ല. അതാണ് ഒറിജിനൽ ക്രിസ്ത്യാനി. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞവനാ ക്രിസ്തു. ലീഡർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഗദശമന പൂങ്കാവനത്തിൽ നസറായൻ ഉലകലോകത്തിൻ്റെ മുഴുവൻ പാപവും നിറഞ്ഞു മറിയുന്ന ക്രോധമദ്യം വെച്ച് നീട്ടുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പാനം ചെയ്ത് മട്ടോളം വാട്ടമന്യെ പാനം ചെയ്ത് ബ്ലഡ് ക്യാൻസർ വന്നവനെ പോലെ, ലുക്കീമിയ വന്നവനെ പോലെ രക്തധമനിയെല്ലാം പൊട്ടി രക്തത്തുള്ളി വിയർപ്പ് തുള്ളികളായി ഇറ്റിറ്റ് നിലത്ത് നിപതിക്കുന്ന ഗദശമനയിലെ പ്രാർത്ഥന തീർന്നപ്പോൾ യൂദായുടെ നേതൃത്വത്തിൽ ഒരു പറ്റം റോമൻ കാബാലികരും പിന്നെ കുറേ
യഹൂദ ചേവകരും കൂടി തന്നെ പിടിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന സമയം നിങ്ങൾ ആരെ തെരയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നസറായനായ യേശുവിനെ എന്ന് പറയുമ്പോൾ അത് പത്രോസ്, ഇത് യാക്കോബ്, അത് യോഹന്നാൻ, ഞാനാണ് നസറായൻ, എന്നെ പിടിക്ക് എന്ന് പറഞ്ഞ് പിടികൊടുക്കുമ്പോൾ അറസ്റ്റ് വരിക്കപ്പെടുന്ന നസറായൻ പാതി മയക്കത്തിൽ കണ്ണു തുറന്നു നോക്കിയ പത്രോസ് കാണുന്നത് തൻ്റെ നാഥനും ഗുരുവുമായവനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് ഗുരുഭക്തി നിമിത്തം ചാടി എഴുന്നേറ്റ് പാതി മയക്കത്തിൽ ഉറയിൽ കരുതിയ വാളും വലിച്ചൂരി ഒരൊറ്റ ഓട്ടമാ ഓടി ഇങ്ങോട്ട് വന്ന് വാളിൻ്റെ ശാസ്ത്രം വീശി വെട്ടി തലയെറിയുന്നതാണെങ്കിലും ഗലീലാക്കടലും മത്സ്യമൊക്കെ ആയിട്ട് ബന്ധമുള്ള നമ്മുടെ സാറിന് വെട്ടാൻ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും ആള് തൻ്റെ ഗുരുഭക്തി പ്രകടിപ്പിച്ചതാ. വാള് വീശിയൊരു വെട്ട്, കഴുത്തല്ലറുത്ത് താഴെ പോയത് മഹാപുരോഹിതൻ്റെ ദാസൻ മൽക്കോസിൻ്റെ വലത് കാതറുത്ത് താഴെ പോയപ്പോൾ ആ പൂക്കൾ വിരിയിക്കുന്ന ആ സമയം നിങ്ങളൊന്ന് നോക്കിക്കേ. കാത് നിലത്ത് കിടന്ന് പെടയുന്നു, ആ മഹാപുരോഹിതൻ്റെ ദാസൻ വാവിട്ട് കരയുന്നു. ഇത് കണ്ടോണ്ട് യേശു പറയുന്നൊരു പദം മലയാള ബൈബിളിൽ എഴുതിയത് ഇത്രയ്ക്ക് വിടുവീനെന്ന് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് വിട്ടേ എന്നിട്ട് യേശു അങ്ങോട്ട് ചെന്നിട്ട് കാതെടുത്ത് ഒട്ടിച്ചിട്ട് പത്രോസ് കൊണ്ട് പറയുക, വാളുറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ. എൻ്റെ രാജ്യം പണിയേണ്ടത് വാളുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി പണിതത് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ആരെയും തല്ലി ഒതുക്കിയിട്ടല്ല ക്രിസ്ത്യാനിറ്റി വളർന്നത്, ബലപ്രയോഗത്താലല്ല ക്രിസ്ത്യാനിറ്റി വളർന്നത് നല്ല നീരോട്ടമുള്ള പ്രതലത്തിലല്ല, പാറപ്പുറത്ത് കൊണ്ടിട്ടോ ഇത് വേരൂന്നി വളരാൻ കാര്യ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് ഒറിജിനലാണ്. നീ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഇത് കുതിച്ചുയരുന്നൊരു ശക്തിയാണെന്ന് ഇന്ന് രാത്രിയും തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന ക്രിസ്ത്യാനിത്വത്തിന്റെ വക്താക്കൾക്കായി സ്തോത്രം. പട്ടാപ്പകൽ സൂര്യനെ വെല്ലുന്ന വെട്ടം കൊണ്ട് തട്ടി പെർസിക്യൂഷൻ ലീഡറിനെ താഴെ ഇട്ടു. മനുഷ്യരാരും ചെയ്തതല്ല, ഇത് ഒടേതമ്പുരാൻ ചെയ്തതാണ്. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഉത്തരേന്ത്യൻ മേഖലകൾ, ഞാൻ ഉത്തരേന്ത്യയിലാണ് വേല ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ മിഷണറി ആയിട്ട് വേല ചെയ്യും. ഒത്തിരി ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും ഒറീസയിലായി. ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ ഒത്തിരി അവിടെ ഓടിച്ചിട്ട് അവർ തല്ലുകയാണ്, ഓടിച്ചിട്ട് അടിക്കുകയാണ്. നമ്മുടെ മലയാളികളായ ദൈവദാസന്മാർ ഒത്തിരി പേര് ഇന്ന് ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അവരിന്ന് ഇന്ത്യൻ ജയിലിൻ്റെ അകത്ത് കിടക്കുക, ഉപദ്രവിക്കപ്പെട്ട്. കൊലപാതകം ചെയ്തിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, മോഷണം നടത്തിയിട്ടല്ല, യേശുവിനെ പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തയ്യാറുണ്ടോ? ഈ യോഗം ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉപദ്രവിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം യോഗം അവസാനിപ്പിക്കാൻ. ബെയിൽ കിട്ടാതെ ആൻറ്റി കൺവേർഷൻ ബില്ലെന്ന് പറയുന്നൊരു ബില്ല് നമ്മുടെ ഭരണഘടനയിലുള്ളതല്ല. നമ്മുടെ ഭരണഘടനയിലുള്ളത് ഏത് മതം പറയാനും ഏത് മതം പ്രചരിപ്പിക്കാനും എന്തിലും വിശ്വസിക്കുവാൻ അനുവാദം തരുന്ന മനോഹരമായ ബ്ലസ്ഡായിട്ടൊരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷെ നിർബന്ധമായിട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവന്നു. പല സ്റ്റേറ്റുകളിലും കൊണ്ടുവന്ന് നമ്മുടെ ദൈവദാസന്മാരെ, മലയാളികളായ എത്രയോ ദൈവദാസന്മാർ, നിങ്ങൾക്കറിയാമോ, സണ്ണി എന്ന് പറയുന്നൊരു ദൈവദാസൻ ബീഹാറിലുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യയുമായി കർത്തൃവേല കഴിഞ്ഞൊരു ബൈക്കിൽ വരുമ്പോൾ നമ്മുടെ അച്ചാച്ചന്മാർ റോഡ് സൈഡിൽ കാത്തു നിന്നിട്ട് അദ്ദേഹത്തെ തട്ടി താഴെ ഇട്ടിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരാളെ വട്ടവിട്ട് തല്ലുക എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തെ, ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്ര വലിയതാണ്. ഭാര്യ ഓടി വന്ന് അയ്യോ എൻ്റെ അച്ചാച്ചനെ തല്ലല്ലെന്ന് ഹിന്ദി പറഞ്ഞപ്പോൾ അവളും വാങ്ങിയ അടി. അവസാനം താനും വേദന കൊണ്ട് പുളഞ്ഞ് ഓടി അവിടെ നിന്ന്. അവർ പുറകെ ഓടിച്ചിട്ട് ആ ദൈവദാസനെ ഉപദ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വേദനാജനകമാണ്. 3/4 കിലോമീറ്റർ ഓടിച്ചിട്ട് തല്ലി ആ ദൈവദാസനെ അവർ തകർത്ത് കളഞ്ഞു. ശ്രദ്ധിക്കുക, ഓടിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ തല്ലി തകർത്താലും സഹോദര, ആരും തിരിച്ചൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കുകയില്ല. കാര്യം എന്തെന്നറിയാമോ? ഇരു കരങ്ങളിലും ആണികൾ ആഴ്ന്നിറങ്ങി, ഇരു കാലുകളിലും ആണികൾ ആഴ്ന്നിറങ്ങി 39 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് പുറം തല്ലി കീറുമ്പോഴും തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് തലച്ചോറിൻ്റെ അകത്ത് കയറ്റുമ്പോഴും ആ നാവിൽ നിന്ന് പുറത്തു വന്ന ശബ്ദം എന്തെന്നറിയാമോ?
പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ നസ്രായനായ യേശുവിൻ്റെ സ്നേഹ ക്രിസ്ത്യാനിറ്റിയെ മൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നേ. പക്ഷെ ഞാൻ ഒരു ദൂത് ഞാൻ പറയാം. ശൗലിനെ തൊട്ടതൊരു സുവിശേഷ യോഗത്തിൽ വെച്ചല്ല, ആരും സുവിശേഷം പറഞ്ഞിട്ടുമല്ല. യെറുശലേമിലെ സഭയെ മുടിച്ചു കഴിഞ്ഞപ്പോൾ ദമസ്കോസ് എന്ന് പറഞ്ഞാൽ സിറിയയില്ല, അവിടെയും കുറേ ക്രിസ്ത്യാനികളുണ്ട്. അവരെയും കൂടി മുടിക്കാൻ വേണ്ടി പോയ പുള്ളിയെ പട്ടാപ്പകല് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഓണർ പകല് കയറി തൊട്ടു. ഇന്ത്യയിൽ ഇത് സംഭവിക്കാൻ പോവാ. കമോൺ. അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുകയാ. അവിടെ കിടന്നുകൊണ്ട് ശൗല് വിളിക്കുന്ന നീ ആരാ എന്നല്ല, നീ ആരാകുന്നു കർത്താവേ എന്ന് വെച്ച ശൗലിനറിയാം ഇങ്ങനെ തൊടാൻ പറ്റിയ ഒരുത്തനെ ഭൂമിയിലുള്ളൂ, അവൻ യേശുവാണ്. എന്താ പറയണേ, നമുക്ക് സുവിശേഷമൊക്കെ ആയിട്ട് പോകാൻ പറ്റാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റി സേഫായിട്ടിരിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ക്രിസ്ത്യാനിറ്റി ഉപദ്രവിക്കപ്പെടുകയാണ്. ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമാണ്. എന്നെ കള്ളത്തര പറഞ്ഞു പിടിപ്പിക്കണം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ എന്താണ്, സേഫാണ്. എൻ്റെ പൊന്നു സാറേ അല്ല, ഞാൻ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലും താമസിച്ചിട്ടുള്ള ആളാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമല്ല. പ്രൈസ് ഗോഡ്. അതുപോലെ തകർക്കപ്പെടുകയാണ്, അതുപോലെ ഉടയ്ക്കപ്പെടുക. ദൈവമക്കൾ ഇത് അറിയണം. എന്തിനാ അറിയുന്നതെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദമസ്കോസിലുള്ളത് കൊണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ യെറുശലേമിലുള്ളത് കൊണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് പട്ടാപ്പകൽ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവമക്കളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുള്ളിടത്തോളം കാലം ഒരു മിറക്കിൾ നടക്കാതിരിക്കുകയില്ല. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ സ്ഥാനപ്പെടുത്തി. ആരും സുവിശേഷം പറഞ്ഞിട്ടൊന്നുമല്ല, എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ സുവിശേഷം പറയാൻ പോയാൽ പിന്നെ ആൾ ജീവനോടെ തിരിച്ചു വരില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പുസ്തകം, ഈ ബൈബിളൊക്കെ കാണുമ്പോൾ ചിലരുടെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു കലിപ്പുണ്ടല്ലേ, എന്തിനാണ്? സ്തോത്രം. നമ്മുടെ ദൈവദാസന്മാരെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആരോടും ദ്രോഹം ചെയ്യാറില്ല. ആ വ്യക്തി വിടിവിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ആ ഏരിയയിൽ ഒരു പാസ്റ്റർക്കോ ഒരു ഉപദേശിക്കോ ഒന്നും ചെല്ലാനൊക്കത്തില്ല, ക്രിസ്ത്യാനിക്കൊന്നും നമ്മുടെ ചെല്ലാനൊക്കത്തില്ല. അത് ഒരുവേങ്ങാണ്ടുള്ളൊരു കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെക്കോർഡ് വെക്കുന്ന ചില കോമൺ സോങ്സ് ഉണ്ട്. ആ പാട്ടുകളൊക്കെ കേട്ടുള്ള പരിചയമല്ലാതെ യേശു ആരാ, യേശുവിൻ്റെ സ്നേഹം എന്താ ഒന്നും അറിയത്തില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. കമോൺ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. എത്ര പേർക്കാ വരി അറിയാം? പഠിക്ക. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം. ആത്മാവിൽ നീ
വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആരാധിച്ചിടാം തുമ്പി ആരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചീടാം ആത്മനാഥാന നിന്നിൽ ചേരണം എൽ മനസ്സിൽ നീ നാൾ വാഴണം ആത്മനാഥാന നിന്നിൽ ചേരണം എൽ മനസ്സിൽ നീ നാൾ വാഴണം. ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയിലുള്ള കുറെ കോമൺ സോങ്സ് ആണ്. ഇത് ക്രിസ്ത്യാനികൾ മാത്രം പാടുന്ന പാട്ടല്ല, സകല പുള്ളിയുടെ അകത്ത് സ്റ്റാമ്പാണ് ഈ പാട്ടൊക്കെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുമരകത്തൊക്കെ ചെന്ന നമ്മുടെ നല്ല ഹൈന്ദവ സ്നേഹിതർ, എനിക്ക് ഒത്തിരി കൂട്ടുകാർ, അവിടെയൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പാട്ടെന്നാന്ന് ഇസ്രായേലിൻ നാഥനായി വാഴും അവൻ രക്ഷക എൻ്റെ പാപഭാരമല്ല എന്ന കാര്യം. കോമൺ സോങ്സ് ആണ്, വളരെ കോമൺ. അവിടെ മനുഷ്യൻ്റെ മനസ്സിൽ അതങ്ങ് സ്റ്റാമ്പാണ്. പിശാചെ നീ എത്ര തടുത്താലും മനുഷ്യൻ്റെ അകത്തെല്ലാം ഉണ്ട് യേശുവിൻ്റെ സ്നേഹം. ഇന്നല്ലേ നാളെ ഇതെല്ലാം കൂടിളകി വരുന്ന പോലെ കർത്താവിലേക്ക് വരും. അതിന് പറയുന്ന പേരാണ് റിവൈവൽ, ഉണർവ്. കമോൺ, തിരുവനന്തപുരം ജില്ലയിൽ ഒരു റിവൈവൽ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അക്കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുപോലെയുള്ള കുറെ കോമൺ സോങ്സ് ഒക്കെ കേട്ടതല്ലാതെ പുള്ളിക്ക് വലിയ ക്രിസ്തുവായിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. ഒരു ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് കക്ഷി റൂമിലൊന്ന് വിശ്രമിക്കാൻ കിടന്നതാണ്. കിടന്നപ്പോൾ സംഭവിച്ചത് പറഞ്ഞ സാക്ഷി അതുപോലെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു മുറിയിൽ. അടുത്ത വരിയാണ് ഏറ്റവും സന്തോഷം. ആ രൂപം കണ്ടിട്ട് എനിക്ക് പേടി തോന്നിയില്ല, സന്തോഷമായി. ഒരു വട്ടം കണ്ടാൽ 1000 വട്ടം ഇമ വെട്ടാതെ നോക്കിയിരുന്ന് കാണാൻ പറ്റിയ ഉലകത്തിലെ ഒരു രൂപം ഉണ്ടെങ്കിൽ ഷാരോനിലെ പനിനീർ പുഷ്പത്തേക്കാൾ അഴകുള്ളവൻ, താഴ്വരകളിലെ താമര പൂവിനേക്കാൾ സൗന്ദര്യമുള്ളവൻ, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠൻ. കമോൺ, അവന്റെ പേര് വായി തുറന്ന് പറയുക, ജീസസ്. എനിക്ക് പേടി തോന്നിയില്ല ബാസ്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? മിണ്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രൂപം കുറച്ചൊരു അടുത്തോട്ട് വന്നു. പിന്നെ ആവർത്തിക്കുക, എനിക്ക് പേടി തോന്നിയില്ല കണ്ടിട്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ? മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് ചോദിച്ചു, പാസ്റ്ററെ സത്യം പറ, നിങ്ങൾ യേശുവാണോ? എന്നാ അല്ലേ, എന്നെ വേറൊന്നും ചോദിക്കാൻ കണ്ടില്ലായിരുന്നു. ക്രിസ്ത്യാനിയല്ല കക്ഷി, പക്ഷെ ചോദിച്ച ചോദ്യം എന്നാ? പാസ്റ്ററെ. അപ്പോൾ അങ്ങ് ചിരിച്ച് ആളങ്ങ് പോയി. ചാടി എഴുന്നേറ്റിട്ട് പവർ വിഷൻ ചാനൽ ഓൺ ചെയ്ത് നോക്കി. ക്രിസ്തീയ ചാനൽ കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ചാനൽ, അതിൻ്റെ പേരെ പവർ വിഷൻ. അത് ഓൺ ചെയ്തപ്പോൾ ഒരു പാസ് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട്, ഇന്ന് യേശു നിൻ്റെ മുറിയിൽ വരും. യേശു നിൻ്റെ മുറിയിൽ വരും. പാസ്റ്ററെ, അടിയിലെ നമ്പർ ഞാൻ എടുത്ത് വിളിക്കുക പാസ്റ്ററെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഞാനാണ്, ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഒരു സന്ദേശം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യേശു നിൻ്റെ മുറിയിൽ വരും. കാരണം ചില ബൗണ്ടറി ലോകം കെട്ടിവെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കടക്കരുത്. ആ ബൗണ്ടറിയെയും ഭേദിക്കാൻ കഴിയുന്നൊരു നാമം യേശുവിൻ്റെ നാമം. പക്ഷെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും,
ഇതുപോലെ വിടുവിക്കപ്പെട്ട കുറേ എണ്ണം എൻ്റെ കൂടെ ഉണ്ട്. അതിലൊരു കക്ഷിക്ക് ഞാൻ നമ്പർ കൊടുക്കാം, പുള്ളി വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളെപ്പോലെ തന്നെ കെട്ടുപൊട്ടി വന്നൊരു സാറാണ്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട, ചെന്നാൽ തിരിച്ചു പോരിച്ചാൽ നടക്കുകയില്ല, അതുകൊണ്ട് വേണ്ട പോലെയൊക്കെ കാര്യം ചെയ്തോളാൻ പറഞ്ഞു. നമ്പറെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ തമിഴ്നാട്ടിൽ കമ്പത്തൂന്ന് ഉസലാംപെട്ടിക്ക് ഞാൻ പോയി ഗ്രാമത്തിൽ വേല ചെയ്യാൻ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിലെ ഞാൻ പറഞ്ഞ കക്ഷി എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർജി ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഞാൻ അപ്പോൾ തന്നെ പോരുമായിരുന്നു, ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ ഇരുന്ന് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിയെ പാമ്പാടി ഞങ്ങളുടെ ചർച്ചിൽ സ്നാനപ്പെടുത്തി. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? നീ അതിര് വെക്കുമ്പോഴും ഈ വെള്ളം സുനാമി പോലെയാ. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ മാവ് പുളിക്കും. യേശുവല്ലേ പറഞ്ഞ ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. നീ കിടന്നുറങ്ങുമ്പോഴും അറിയാതൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാ. ഇന്ത്യൻ റിവൈവലിൻ്റെ വക്കത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുന്നത്. എൻ്റെ സന്ദേശം കേൾക്കാൻ വേണ്ടി ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളിൽ പലരുടെയും അകത്ത് ഉണർവ് ഗർഭം ധരിച്ച ചില ദൈവമക്കളെങ്കിലും കാണാതിരിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു 2026, 27, 28 വർഷങ്ങളെല്ലാം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അസാധാരണമായ ഉണർവിൻ്റെ ചലനത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിക്കഴിഞ്ഞു. ആ കാറ്റിൻ്റെ അകത്ത് 10,000 ജനലക്ഷങ്ങൾ യേശുവിലേക്ക് വരുമെന്ന് ഉറപ്പിച്ച ദൈവമക്കൾ കമാൻ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Glory to God. നേർവീതി എന്ന തെരുവില് യൂദയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ശൗലിനെ കുറിച്ച് ദർശകനാകുന്ന അനന്യാസിനോട് കർത്താവ് പറയുമ്പോൾ ഇങ്ങനെയാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, നീ പോ അവൻ്റെ അടുത്തേക്ക്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി കൊന്ന് നടന്നവനാ, പക്ഷെ ഇപ്പം ആൾ പ്രാർത്ഥിക്കുകയാണ്. പുള്ളിക്ക് ചലിക്കാൻ ഒക്കത്തില്ല, കാരണം കാഴ്ചയും പോയി. അല്ലേലില്ല. നിങ്ങൾ ഞങ്ങൾ എൻ്റെ സഹോദരനോട് വന്നിരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഇൻഡോറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ഉപദ്രവമാണ് അവരെല്ലാം കൂടി ഉപദ്രവിക്കുന്നത്. ചുമ്മാ കയറി അങ്ങ് അടിക്കുകയാണ്. ആരാ ഇവർക്കെല്ലാം ഈ അവകാശം കൊടുത്തേ? നമ്മുടെ ദൈവദാസന്മാരെ എല്ലാം തലങ്ങും വിലങ്ങും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അടിക്കുന്നവർക്ക് കേസില്ല, അടി കൊള്ളുന്നവർക്ക് കേസുണ്ട്. അങ്ങനെ ഒറ്റ രാജ്യ ഭൂമിയിലുള്ളത് ഇന്ത്യയാണ്. കണ്ടോ? മിണ്ടാണ്ടിരിക്കണേ. കറക്റ്റ്. സാധാരണ ഒരാൾ അടിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്നവനെതിരെയല്ലേ കേസ്. ഇതങ്ങനല്ല, അടി കൊള്ളുന്നവനെതിരെയാണ് കേസ്. എന്നാ മനോഹര രാജ്യമല്ലേ? പ്രൈസ് ഗോഡ്. ഇതെല്ലാം തിരിയാൻ പോവാ. എങ്ങനെ തിരിക്കുന്ന? അടിക്ക് അടി തിരിച്ചു കൊടുത്തിട്ടല്ല, ദൈവസാന്നിധ്യം ഇറങ്ങാൻ പോവാ. എല്ലാവരും യേശു സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനനിയാസിനോട് കർത്താവ് പറയുന്ന ദൂതൻ എന്നാന്നറിയും, നീ പോ, അവൻ എൻ്റെ നാമം ജാതികൾക്കും ഇസ്രായേലിനും രാജാക്കന്മാർക്കും നടുവിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്. എന്തല്ലേ? സഭകളെല്ലാം തകർത്ത് ദൈവമക്കളെയെല്ലാം കൊന്ന് കുഴിച്ചു മൂടിയ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുക. അവനൊത്തിരി തകർത്തതല്ലേ, അവനെ കൊണ്ട് ഞാൻ ലോകം മൊത്തം സഭ പണിയിക്കും. അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്നുണ്ട്, ജാതികളുടെ മുമ്പിലും ഇസ്രായേലിൻ്റെ മുമ്പിലും പിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും എൻ്റെ നാമം അവൻ വഹിക്കാൻ പോവാൻ. വായിച്ച വാക്യം 26-ാം അധ്യായത്തിലെ വാക്യമാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ചങ്ങല ധരിച്ച സ്ഥാനാപതി കയ്യിൽ 2 കൈയിലും ചങ്ങലയിട്ട് പൂട്ടി താൻ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സന്ദേശത്തിൻ്റെ ലക്ഷ്യം മെസ്സേജിൻ്റെ ഇടയിൽ ദൈവശക്തി ഇറങ്ങി ചങ്ങല പൊട്ടുക എന്നുള്ളതല്ല. മെസ്സേജിൻ്റെ ഇടയിൽ ദൈവശക്തി ഇറങ്ങി അവൻ്റെ ഹൃദയം തുറക്കണം. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിനും ആ ലക്ഷ്യമല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. ഒരേ ഒരു ലക്ഷ്യം, യേശു നിൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണം. വേറെ ഒന്നിനും ഇന്ന് രാത്രി ചാൻസ് ഇല്ല. മനസ്സറിഞ്ഞ് യേശുവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ, ഈ രാത്രി അവൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഈ രാത്രി അവൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഈ രാത്രി അവൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. ആവർത്തിക്കുന്നു, ഇന്ന് രാത്രി യേശു നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്.
അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 2 കരങ്ങളിലും ചങ്ങലയാണ്. തന്നെ-കുറിച്ച് പറയുന്നു, ചങ്ങല ധരിച്ച സ്ഥാനാപതി. താൻ തന്നെ പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തം ഞാൻ ഈ ചങ്ങല ധരിക്കണം. താൻ തന്നെ പറയുന്നു, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി ഹേതുവായിട്ടാണ്. താൻ തന്നെ പറയുന്നു, സബ് ലോകം കൈലിയെ സബ് കുച്ച് ബന, എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും എനിക്ക് നേടാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരുകയാ. ഇനി അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ എല്ലാമായി തീർന്നു. അതുകൊണ്ട് 2 കൈയിൽ ചങ്ങല കിടക്കുമ്പോൾ ഇമോഷണലി താൻ കരയുന്നില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് താൻ ചോദിക്കുന്നില്ല. താൻ ആ കയ്യിൽ ചങ്ങല ഇട്ടുകൊണ്ട് അഭിമാനത്തോടെയാ നിൽക്കുന്നത്. തിരിച്ചറിയുക, ഉപദ്രവിക്കപ്പെടുന്ന ദൈവദാസന്മാരെ സാക്ഷി നിർത്തി ഞാൻ കൈമാറുന്നു. അഭിമാനത്തോടെയാ ക്രിസ്ത്യാനിറ്റി ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിലാകയാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കരഞ്ഞുകൊണ്ടോ വേദനിച്ചുകൊണ്ടോ അല്ല. ഈ രാത്രിയിലെ സന്ദേശം തീരുന്നതിന് മുമ്പ് ഈ അഭിമാനത്തിന്റെ ആഴം എന്താണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാം. യേശു നിന്നെ സ്നേഹിക്കുകയാ. താൻ പ്രസംഗിക്കുകയാ ചങ്ങലയിട്ടുകൊണ്ട്. മെസ്സേജിന്റെ റൂട്ടൊക്കെ അങ്ങോട്ട് വന്നപ്പോഴേ അഗ്രിപ്പാവിന് കാര്യം പിടികിട്ടി. അഗ്രിപ്പ പറഞ്ഞു, പൗലുസേ, നിന്റെ സന്ദേശം കേട്ടിട്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാനുള്ള എന്തോ ഒരു പരിപാടി നിനക്കുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഉടനെ പൗലോസ് ഐ ആം സോറി ലോർഡ്, രാജാവേ, ഞാൻ കുറച്ച് ആവേശമുള്ളവനായി പോയി, അതുകൊണ്ട് പ്രസംഗിച്ച് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. ദയവായി എന്നോട് ക്ഷമിക്കണം, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്നാണോ പൗലോസ് പറഞ്ഞേ? അതിന് പൗലൂസിനെ കിട്ടുകയില്ല. നമ്മുടെ നാട്ടിൽ കുറേ അച്ചാച്ചന്മാരെ കിട്ടുമായിരിക്കും, പൗലൂസിനെ അതിന് കിട്ടുകയില്ല. പൗലൂസ് എന്താ പറഞ്ഞേ? അഗ്രിപ്പാവേ, നീ മാത്രമല്ല, എൻ്റെ സന്ദേശം കേൾക്കുന്ന സകലരും ഈ ചങ്ങല ഒഴികെ എന്നെ പോലെയാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. എന്നാ ധൈര്യമല്ലേ, എന്നാ ധൈര്യമാ. ഇത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പീഡ അനുഭവിച്ചൊരു ക്രിസ്തീയ നേതാവുണ്ട്, പേര് റിച്ചാർഡ് വൂംബ്രാണ്ട്. റുമേനിയൻ ഗവൺമെൻറ് തല്ലി തകർത്ത് മുന്നേറിയ സമയം ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ച ഒരു കാലമുണ്ടായിരുന്നു. തന്നെയും തൻ്റെ സഹോദരനെയും തന്നെയും തൻ്റെ ഭാര്യയും കൂടെയുള്ള കർത്തൃവേലക്കാരെയും കിട്ടാവുന്ന മുഴുവൻ ദൈവ മക്കളെയും മുഴുവൻ ക്രിസ്ത്യാനികളെയും ജയിലിൽ അടച്ചു. താൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി, ക്രിസ്ത്യാനികളെ കൊണ്ട് ജയിൽ നിറച്ചു. പക്ഷെ അവരുടെ ധൈര്യം ഭയങ്കരമായിരുന്നു. ആ സെല്ലാറിൻ്റെ അകത്തിട്ട് പട്ടാളക്കാർ ജീവനോടെ തൻ്റെ തൊലി വലിച്ചുരിയുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ ശബ്ദം കേട്ട് അപ്പുറത്തെ സെല്ലാറിൽ കിടക്കുന്ന ഭാര്യയ്ക്കറിയാം, ഈ വോയിസ് എൻ്റെ ഭർത്താവിൻ്റെയാണ്. മരിച്ചിട്ടില്ല, ഭർത്താവ് മരിച്ചിട്ടില്ല. സുദീർഘ വർഷങ്ങൾ ഇട്ട് പീഡിപ്പിച്ച് മെന്റലി ഷോക്ക് വന്നതുപോലെ, ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആ ക്രിസ്ത്യാനിയെ അവർ തല്ലി തകർത്തു. ആഴ്ചയിൽ ഒരു ദിവസം ഒരു റൊട്ടിയുടെ കഷണം കൊണ്ടുപോയി കൊടുക്കും പട്ടാളക്കാർ, ഇതാ നിങ്ങളുടെ ഭക്ഷണം. ആഴ്ചയിൽ ഒരു ദിവസം ആ റൊട്ടിയുടെ പീസിന്റെ ഒരു അറ്റം ഇങ്ങനെ മുറിച്ചിട്ട് റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ ബ്രദർ കൊണ്ടുവന്ന് റിച്ചാർഡ് വൂംബ്രാണ്ടിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഈ ആഴ്ചത്തെ എൻ്റെ ദശാംശം ഇതാ. ഇങ്ങനെ വളർത്തിയതാ ക്രിസ്ത്യാനിറ്റി. എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഇത് വെച്ച് തന്നിരിക്കുക, പൊന്നുപോലെ നോക്കിക്കോണം. ഇട്ട് തട്ടരുത്, ഇട്ട് അമ്മാനെ പാടരുത്. അടുത്ത തലമുറയുടെ കയ്യിലോട്ട് ഈ ബാറ്റൺ തൻ്റെ ഇടത്തോടെ കൈമാറിക്കോണം. അങ്ങനെയുള്ള കുറേ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഒന്നും പറയരുത്, നെകളിച്ചൊന്നും പറയരുത്. ക്രിസ്ത്യാനിറ്റി തീക്കകത്ത് കുരുത്തതാണെന്ന് തിരിച്ചറിയുക. ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് ദൈവമക്കൾ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ തമ്പുരാൻ വെച്ചു നീട്ടിയപ്പോൾ കയ്യിൽ നിന്ന് ധൂളിയായി താഴെ പോകാതെ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഇതിനെ ആത്മാവിൽ വഹിച്ചു കൊണ്ടുപോകാൻ കരുത്തുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. അതിലൊരു കർത്തൃദാസൻ, ഒരു സഭാ ശുശ്രൂഷകൻ, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് അവർ തോക്കിയോണ്ടി ചോദിച്ചു, നിൻ്റെ വിശ്വാസി എവിടെ സഭയിലെ?
എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, എല്ലാവരും കിട്ടിയിട്ടില്ല. അവരെവിടെയോ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക. നിനക്കവരെ അറിയാം. പറ, അവരെവിടെയാ? ഞങ്ങൾക്കവരെ അറസ്റ്റ് ചെയ്യണം. പറഞ്ഞാൽ ദൈവദാസൻ പറഞ്ഞു, ഇല്ല, ഞാനവരെ കാണിച്ചു കൊടുക്കില്ല. കാര്യം, ഞാനവരെ കാണിച്ചു തന്നാൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ക്രിസ്ത്യാനിറ്റിയെ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കൂട്ടുവിശ്വാസിയെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ. ക്രിസ്ത്യാനിറ്റിയെ മറിച്ച് വിൽക്കരുത് കേട്ടോ. യേശുവിനെ മറിച്ച് വിറ്റ യൂദയുടെ അനുഭവം ഉണ്ടാവും. കാണിച്ചു കൊടുത്ത കാശ് കിട്ടുന്ന മാർഗമാണ് ഇത്. പക്ഷെ അനുഭവിക്കാൻ ഉടയവൻ അനുവദിക്കത്തില്ല. മറിച്ച് ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ നീ തയ്യാറായാൽ, ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവിടാൻ, ചെലവായി പോകാൻ മനസ്സ് വെച്ചാൽ അവനാണ് ഒറിജിനൽ ക്രിസ്ത്യാനി. ആ ദൈവദാസനെ അവരൊത്തിരി ഉപദ്രവിച്ചു. താൻ പറഞ്ഞില്ല. ഐസ് കട്ട നിറച്ച മുറിക്കകത്ത് കൊണ്ട് എന്ന് തലകീഴായി ഐസിൻ്റെ ഇടയിൽ കെട്ടിത്തൂക്കിയിട്ടു. തണുപ്പ് സഹിക്കാൻ വയ്യാതെ വിറച്ച് അദ്ദേഹം അവസാനം ഫ്രീസായി. ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ തന്നെ പിടിച്ച് അവർ പുറത്ത് വെയിലത്ത് ഉണങ്ങാനിടും. വസ്ത്രം വെയിലത്ത് ഉണങ്ങാനിടുന്നത് പോലെ. കുറച്ചു നേരം കഴിയുമ്പോൾ വെയിലടിച്ച് തൻ്റെ വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങും. കണ്ണ് തുറക്കും, കാലുകളൊക്കെ ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ വീണ്ടും തോക്ക് ചൂണ്ടി ചോദിക്കും, പറ, എവിടാ നിൻ്റെ വിശ്വാസി? ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. താൻ പറയും, എന്നെ കൊന്നാലും ശരി, ഞാൻ കാട്ടിക്കൊടുക്കില്ല. വീണ്ടും അവർ ഉപദ്രവിച്ചിട്ട് തലകീഴായ ഐസ് പാളികൾക്കിടയിൽ കെട്ടിത്തൂക്കിയിടും. വിറച്ച് ഫ്രീസായി ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ വെയിലത്തുണങ്ങാനിട്ട് ഇതിങ്ങനെ ഈ പ്രോസസ്സ് പല പ്രാവശ്യം മാറി അവർ ചെയ്തു. താൻ പറഞ്ഞില്ല. അവസാനം തൻ്റെ 14 വയസ്സുള്ള മകൻ, അവൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്, അവനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നീ പറയുന്നില്ല എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലും. താൻ പറഞ്ഞില്ല, എൻ്റെ കൊച്ചിനെ കൊന്നാലും ശരി, എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കത്തില്ല. I have decided to follow Jesus. No turning back. And no turning back. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം പാടുന്നതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. എനിക്ക് കൈ തന്നില്ല, അതുകൊണ്ട് ഞാനും കൈ കൊടുക്കില്ല എന്ന് പറയുന്നതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. എൻ്റെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ട് ഞാനും നിൻ്റെ വീട്ടിൽ വരില്ല, ഇതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. ഇങ്ങോട്ട് കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി കൈ കൊടുക്കണം. ഇങ്ങോട്ട് വന്നില്ലേ അവൻ്റെ വീട് തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോകണം. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം പാടാതെ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ ക്രിസ്തു അകത്തുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടോ ഇവിടെ? ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനോഭാവം. പ്രഹസനങ്ങൾ നമുക്ക് കാണിക്കാം, സ്റ്റേജിലെ പെർഫോമൻസ് നമുക്ക് കാണിക്കാം. ഇതല്ല ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി. അനുഭവം കൊണ്ട് തെളിയിക്കണം യേശു നിന്റെ ഉള്ളിലുണ്ടെന്ന്. ആ ദൈവദാസന്റെ മകനെ അവർ 4 വാർഡിൽ നിന്ന് തല്ലാൻ തുടങ്ങി. അടികൊണ്ട് ആ 14കാരൻ നിലത്ത് വീണു, ദേഹം പൊട്ടി, നിലത്ത് വീണ് ചോരയിൽ പെടയുന്ന ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, പറയാമോ നിന്റെ വിശ്വാസി എവിടെയാണ്? ഏതപ്പൻ്റെ ആ കരളലിഞ്ഞു പോകും. കാടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നോ, യേശുവിനെ കാട്ടിക്കൊടുക്കാൻ ഞാനില്ല. അവസാനം അവർ തീരുമാനിച്ചു, കൊന്നേക്കാം. ആ കുഞ്ഞിനെ 4 വാർഡിൽ നിന്ന് തല്ലുമ്പോൾ തൻ്റെ മാംസം ചെതറാൻ തുടങ്ങി. ആ അപ്പനാ, ഏതപ്പനാ സഹിച്ച് നിൽക്കുന്ന അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിർത്ത്, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്, ഞാൻ പറയാം. അവര് നിർത്തി. അവര് പറഞ്ഞു, ഇതെല്ലാം നിന്നോട് പറഞ്ഞ ആദ്യം നിന്നോട് പറഞ്ഞപ്പോൾ നീ അനുസരിച്ചിരുന്നെങ്കിൽ. നീ ചെയ്തില്ല, പറയാൻ പറഞ്ഞു. ഈ കൊച്ചു നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ് ചോരയ്ക്കകത്ത് പെടയും. അപ്പം പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറയാൻ തുടങ്ങിയപ്പോ ചോരയ്ക്കകത്ത് നിലത്ത് വീണ് കിടന്ന് പെടയുന്ന ആ കൊച്ചു കൈകുത്തി പൊങ്ങി ചോര തുപ്പിക്കൊണ്ട് ഒരൊറ്റ വിളിയാ, ഡാഡി നോ, പറയരുത്. ഇതാ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ധൈര്യമുള്ളതാണ്. ധൈര്യം ക്ഷയിച്ചവന്റെ മാർഗമല്ല ക്രിസ്ത്യാനിറ്റി, ധൈര്യമുള്ളവന്റെ മാർഗമാണ്. ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഞാൻ കരയുമ്പോഴല്ലേ ഡാഡിക്ക് വേദന, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. എന്നാ 14കാരനല്ലേ ഈ സന്ദേശത്തിൽ? അങ്ങനെ ഒരു 14കാരൻ ഇന്നിവിടെ എഴുന്നേക്കണം. അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ച്
1000 പേരൊന്നും എഴുന്നേക്കണ്ട. ഇന്ന് രാത്രി അങ്ങനെ ഒരു 14കാരനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാൽ, ഇവിടെ പാടിയ കുഞ്ഞുങ്ങൾക്കൊന്നും അധികം പ്രായമുള്ളവരല്ല, കൊച്ചു കുഞ്ഞുങ്ങളാണ് പിടിച്ചു നിൽക്കുന്നത്. അതെ, നിന്ന് പിടിക്കാൻ കരുത്തരായ അടുത്ത തലമുറയെ പരിശുദ്ധ അമ്മാവ് ചാങ്കൂറപ്പോടെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഒരു 14കാരൻ, അങ്ങനെ ഒരു 18കാരൻ, അങ്ങനെ ഒരു 15കാരൻ, 20കാരൻ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ടില്ല. തമ്പുരാൻ സമ്മതിക്കില്ല, തടയാൻ ദൈവം സമ്മതിക്കില്ല. ഇതിൻ്റെ അകത്തു നിന്നൊരു തലമുറ എഴുന്നേൽക്കുകയാ. ആ തലമുറയിൽ ഒന്ന് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത മിഷണറി നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത സുവിശേഷകൻ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത വർഷിപ്പർ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത പ്രോഫറ്റ് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത ഇവാഞ്ചലിസ്റ്റ് നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത അപ്പോസ്റ്റൽ അനോയിന്റിംഗ് ഉള്ള ഒരാൾ നിന്റെ വീട്ടിൽ നിന്നാണ്, അടുത്ത അനോയിന്റഡ് പേഴ്സൺ നിന്റെ വീട്ടിൽ നിന്നാണ്, അഭിഷിക്തനായ ഒരാൾ പുറത്തു വരുന്നത് നിന്റെ വീട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണ്. കമാൻ, സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദി പറ ദൈവത്തിന്. ഒരു തലമുറയെ നിങ്ങൾ കാണും, ഒരു ആർമിയെ നിങ്ങൾ പുറത്തെടുക്കാൻ പോവാണ്. പട്ടാളവേഷമിട്ട് 100 കണക്കിന് ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ അതാത് സമയങ്ങളിൽ അതാത് സൈന്യത്തെ, അതാത് സോൾജിയേഴ്സിനെ ഓരോ സ്ഥലങ്ങളിൽ വിന്യസിക്കുന്നത് പോലെ നിങ്ങളുടെ പുറകിൽ ഒരു കൂട്ടം സോൾജിയേഴ്സ് അണിനിരക്കുന്നൊരു സമയം വരാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, പ്രവചനാത്മാവ് ഞാനത് അറിയുന്നു. ഈ ചർച്ച് ചെറുതായിരിക്കാം, പക്ഷേ ഇതിൻ്റെ വിഷൻ വലുതാണ്, ഇതിൻ്റെ മിഷൻ വലുതാണ്. സുവിശേഷത്തിൻ്റെ കൊടി ഉയർത്താൻ ഒരു കൂട്ടം എഴുന്നേക്കാൻ പോവാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഉത്തരേന്ത്യ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം 100 കണക്കിന് ചെറുപ്പക്കാരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നതെന്നറിയാമോ? ഒരുത്തനെ പിടിച്ചവൻ ജയിലിലിടുമ്പം 10,000 എതിർഭാഗത്ത് എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാ. കാര്യം ഇങ്ങനൊരു വചനമുണ്ട്, പീഡിപ്പിക്കും തോറും ജനം പെരുകിക്കൊണ്ടിരിക്കും. പ്രിയൻ എനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷം കൊടി ഈ മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെൻ മണാളൻ. അപ്പൊ ഒന്ന് പാടാം. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൽ മണാളൻ വന്നാൽ മതി. തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഈഹത്തിലെ മായാസുഖം. എനിക്കൊരു ഹൃദയം തരാമോ? സമയം പോകുന്നുകൊണ്ടാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഈഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇമ്പ യേശു രാജാവേ ഞാൻ പാർത്താൽ പോതും. മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ പോതും. ഇമ്പ യേശു രാജാവേ ഞാൻ പാർത്താൽ പോതും. മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും. എന്തിനാ ഈ ദിനം മുഴുവൻ തരുന്നേ? ഉയർത്തിടാം സുവിശേഷ കൊടി ഈ മണ്ണിൽ. ആ വിശുദ്ധ തിരുവെടുത്ത് കൊണ്ടുവന്ന ദൈവമക്കളെല്ലാം എന്നോട് ചേർന്ന് അതൊന്ന് കരങ്ങളിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെയൊന്ന് പറയാമോ? ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഒന്നുകൂടെ പറഞ്ഞ കൊച്ച്, ഡാഡി
ഇവരെന്നെ കൊല്ലും. കുറച്ച് കഴിയുമ്പം ഡാഡിയെ ഇവർ കൊല്ലും. അല്പസമയം കഴിഞ്ഞാൽ നമ്മളൊന്നിച്ച് അവിടെയാ. 14-കാരൻ്റെയൊക്കെ കരുത്തേ. ഞാൻ ഈ സ്റ്റേജിൽ ദൈവസാന്നിധ്യം നന്നായി ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിന്റെ തലമുറയെ കർത്താവ് തൊടാൻ പോവാ. നിന്റെ ജനറേഷനെ കർത്താവ് തൊടാൻ പോകുകയാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പല തലമുറകളും തലകുത്തി മറിയുമ്പോൾ കാണണ പിശാചൻ ഞങ്ങളുടെ പിള്ളേർ ഇവിടെ നിന്ന് പാടുമ്പോൾ ആമേ സിഗരറ്റിനും മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോയി പലതിൻ്റെയും തലമുറ തലകുത്തി വീണ് പേപ്പട്ടി പോലും വലിച്ചു കുടിക്കാത്ത പേവെള്ളം വലിച്ചു കുടിച്ച് ഓടെ പരുങ്ങി പിശാച് വീട്ടിൽ താണ്ഡവ നൃത്തം ചവിട്ടുമ്പം തേണ്ടേ ഞങ്ങളുടെ തലമുറകൾ ദൈവത്തെ ഉയർത്തുന്നത് കാണുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ധൈര്യത്തിന്റെ മാർഗമായി. അതുകൊണ്ട് താൻ പറഞ്ഞേ ഈ മെസ്സേജ് കേൾക്കുന്ന നീ മാത്രമല്ല, സകലരും എന്നെപ്പോലെയാകണം. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? സകല പുള്ളി മിഷണറി ആയിക്കോളാനാ. അതല്ല എൻ്റെ അർത്ഥം. എന്നെപ്പോലെ ആകണമെന്ന് പറഞ്ഞാൽ എന്തോ വിശ്വാസിയായി പൗലോസ് വെറും വിശ്വാസിയാണോ? അല്ല, എന്നെപ്പോലെ ആകണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നോ അത് നീയും ചെയ്യും. എന്നെ ധൈര്യമാണെന്നറിയോ അപ്പോസ്തലന്റെ മേൽ ദൈവം പകർന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19 വായിക്കുമ്പോൾ അർത്തമീസിൻ്റെ മണ്ണിൽ ചെന്നിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി. ഇവിടെ കലഹം എന്ന് പറഞ്ഞാൽ പെർസിക്യൂഷൻ. പെർസിക്യൂഷൻ. യാസോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ വീട് വളഞ്ഞിട്ട് അവർ ഒരുമിച്ച് കൂടി തല്ലി തകർക്കുക. യാസോൻ പൗലോസിനെ സ്വീകരിച്ചതാ. അവസാനം ആ ഒരു ദൈവദാസനെ വളഞ്ഞിട്ട് തല്ലുമ്പം ശിഷ്യന്മാരെല്ലാം കൂടി പൗലോസിനെ ഒതുക്കി വെച്ചിരിക്കുക, പുറത്തിറക്കാതെ. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തല്ലുണ്ടെങ്കിലും പുള്ളി അവിടെ ഉണ്ട്. പേടിയില്ല, ഭയമില്ലാത്തൊരഭിഷേകം. സഭ ഒന്ന് ചേർന്ന് പറ ആമേൻ. പുള്ളി രംഗസ്ഥലത്തേക്ക് ചെല്ലാൻ ഭാവിച്ചെന്ന് വെച്ചാൽ തല്ലും കൊണ്ടുകൊണ്ട് നിൽക്കുന്ന യാസോൻ്റെ അടുക്കൽ ചെന്ന് തല്ലും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി. അത് ഈ ടീം വർക്കിൻ്റെ പ്രത്യേകത. അടി വരെ ഷെയർ ചെയ്യും. അദ്ദേഹം പോകാൻ ഭാവിച്ചപ്പോൾ അവർ വിട്ടില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. പിടിച്ചു വെച്ച മനുഷ്യൻ. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം ഇവിടുത്തെ ക്യാമറ മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, സ്വർഗം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അവനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും അറിയണം, ആത്മീയത്തിൽ നമുക്ക് വേറെ ഒന്നും ആക്ട് ചെയ്യുവാനില്ല. ഉള്ള ഒരു ലൈഫ്, ഒറ്റ ലൈഫ്, അത് ഒറിജിനലാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് ഒറിജിനലായി കൊണ്ട് നടക്കാനുള്ളതാണ്. വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളുടെ ഒരു ദൈവദാസനെ കയ്യും കാലും കൂടി കെട്ടിയിട്ടിട്ട് അവരടിച്ചു. അത് കൊള്ളാം. കയ്യും കാലും കൂടെ കെട്ടിയിട്ടിട്ട് 250 എണ്ണം ഒരുമിച്ച് കൂടി ഒരാളെ തല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അവിടെ എന്താ പണിയാൻ വേണ്ടി ഇട്ടിരുന്ന ഇഷ്ടിക എല്ലാം കൂടി ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ദൈവ മനുഷ്യനെ അങ്ങോട്ട് ഇടിക്കാൻ. ഭാര്യ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നപ്പം കൊടുത്തു പുള്ളിക്കാരിക്കിട്ട്. പുള്ളിയുടെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്കിട്ടും കൊടുത്തു. നിർദ്ദയം അവർ തകർത്ത് കളഞ്ഞു. ഒരു പാമ്പ് എഴയണ പോലെ ആ ദൈവദാസൻ നിലത്ത് എഴയാനേ പറ്റിയുള്ളൂ, നിൽക്കാനൊത്തില്ല. അവർ പറഞ്ഞ് മേലായി ഇങ്ങോട്ട് പോന്നേക്കരുത് ഗ്രാമത്തിലേക്ക്. അദ്ദേഹത്തെ അവർ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ. കേസൊന്നും കൊടുത്തില്ല. എവിടെ കേസ് കൊടുക്കാനാ? ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അനുഭവിച്ച് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെയൊന്നും നീതി കിട്ടുകയില്ല. ലോകം അവർക്ക് യോഗ്യമല്ല. പക്ഷേ വേറൊരു കോടതിയുണ്ട്, നീതിന്യായ കോടതി. അവൻ എഴുന്നേക്കും. അതാ സഭാപ്രസംഗി പറയുന്ന ഉന്നതനു മീതെ ഒരു ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു.
ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേണ്ട. കുറേ പില്ലോ തലയണ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ആ മുറിക്കകത്ത് അദ്ദേഹത്തെ കിടത്തിയിരിക്കുക. കാര്യം ബോഡി അതുപോലെ തകർന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. താനിങ്ങനെ ആ പില്ലോയിൽ കിടക്കുമ്പോൾ വീട് മുഴുവൻ ഒരു ശ്മശാന മുഖത പോലെ, മരണ വീട് പോലെയാണ്. താനൊരു കാഴ്ച കണ്ട. കാഴ്ച എന്നാണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നി വളയം ഇറങ്ങി വരികയാണ്. ഇത് ഇറങ്ങി വന്ന് തൻ്റെ ദേഹത്തേക്ക് പതിക്കുന്നു, ചാടി എഴുന്നേക്കുന്നു. ഹല്ലേലൂയ! നോക്കിയപ്പോ ശരീരത്തിലെ മുറിപ്പാടുകളൊന്നുമില്ല. അത്ഭുതകരമാകുന്ന ഒരു വിസിറ്റേഷൻ. താൻ സൗഖ്യമായി. ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോയത്. ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാൻ പോകുകയാണ്. കമോൺ, ഇന്ത്യയിൽ ഇത് ആവർത്തിക്കാൻ പോകുകയാണ്. അടുത്തത് കേട്ടാൽ നിങ്ങൾ സന്തോഷിക്കും. പിറ്റേ മാസം തന്നെ കെട്ടിയിട്ട് അടിച്ച ആദ്യം കൈവച്ച ആള് പിറ്റേ മാസം സ്നാനപ്പെട്ടു. ആരാ സ്നാനപ്പെടുത്തിയെന്നറിയാവോ? ഇതേ പാസ്റ്റർ. ഇതേ പാസ്റ്ററിന്റെ കൈ കീഴ് അദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചു കുഞ്ഞാടിനെ പോലെ സ്നാനപ്പെട്ടു. ഞാനിവിടെ ചെന്നപ്പോൾ എന്നോട് പാസ്റ്റർജി പറഞ്ഞു, വാ കൊണ്ടുപോകാൻ. തല്ലിയ പുള്ളി ഇരുന്നുകൊണ്ട് ആരാധിക്കുന്ന കാണാൻ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പുള്ളി യേശുനാം 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 യേശുനാം. കമോൺ, യേശുനാം 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 യേശുനാം. Clap your hands, come on. Yeshunam, 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 Yeshunam. जिस नाम में ये जिंदगी, वो नाम में है यीशु मसीह. जिस नाम में बंदगी, वो नाम में है यीशु मसीह. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय. One more time. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय. जिस नाम में है जिंदगी, वो नाम में യേശു. ഒന്ന് കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ജിസ് നാമ മേ ബന്ദഗി, ഓ നാമ ഹൈ യേശു മസീഹ്. യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം, യേശു नाम, यीशु नाम की जय. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु की जय. यीशु नाम, शबा बाबा बाबा. यीशु नाम, यीशु नाम. Presence of God. എന്തോ പരിപാടും ഒരു വലിയ ദൈവ സാന്നിധ്യമാണ്. सारे महिमा महिमा तुझे, महिमा सारे महिमा
योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर। कम ऑन എഴുന്നേറ്റ് പാടിക്കേ। तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर। महिमा सारे महिमा तुझे, महिमा सारे महिमा तुझे। तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर। तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर, तू है सिंहासन पर, तू है सिंहासन पर, तू है സിംഹാസൻ. ദൈവസാന്നിധ്യം ഈ പറമ്പിൽ നിറയുകയാണ്. ഉത്തരേന്ത്യയിൽ വേലയ്ക്ക് വിളിയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ചോ. നോർത്ത് ഇന്ത്യയിൽ പോയി വേല ചെയ്യാൻ വിളിയുള്ള ഭാരമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക എന്നോട് ചേർന്ന്. ഉത്തരേന്ത്യൻ ബേഡനുള്ളവർ, ഉത്തരേന്ത്യൻ ഭാരമുള്ളവരെല്ലാം കൈ ഉയർത്തിപ്പിടിക്കുക. പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങൾ പോകയില്ലയോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉത്തരേന്ത്യയെക്കുറിച്ചൊരു ഭാരം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. അവർ മാത്രം കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. പലരും കരങ്ങൾ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ കെട്ടപ്പെട്ടു പോയി കാണാം, സഭയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയി കാണാം, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ തകർന്നു പോയി കാണാം. പക്ഷെ ഒരു ഓട്ടർ കോൾ, നിങ്ങളെന്നൊരൊറ്റ വ്യക്തിയെ ബേസ് ചെയ്ത്, പാസ്റ്റർ ജി എനിക്ക് ഉത്തരേന്ത്യയെക്കുറിച്ചൊരു ഭാരമുണ്ട്. ചിലരൊക്കെ ഇവിടെ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഉള്ളം തുള്ളുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സിംഹാസൻ, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. ആ കരങ്ങൾ ഉയർത്തിയവർ മാത്രം മുമ്പിൽ ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നാട്ടെ. ഈ അനോയിന്റിങ് നിങ്ങളുടെ മേൽ ഇമ്പാർട്ട് ചെയ്യാൻ പോകുകയാണ്. തൂ മഹാൻ ഹേ, महिमा के योग्य तू है सिंहासन पर, और तेरी ആ കൈ ഉയർത്തിയവരെല്ലാം മുമ്പിലേക്ക് വന്ന്, ആ കൈ ഉയർത്തിയവരൊക്കെ അത് മുമ്പിലേക്ക് വന്നു. പലരും കരങ്ങൾ ഉയർത്തിയത് ഞാൻ കണ്ടു. നാണിച്ചും ലജ്ജിച്ചൊന്നും വരരുത്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞ പണിയല്ല സുവിശേഷ വേല, മിഷണറി വേല. ധൈര്യത്തോടെ വന്നത് ആരാധന കരേ तू है सिंहासन पर, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे। तू है सिंहासन पर,
തുझे. പ്രാർത്ഥിക്കാൻ പോവാണേ. ഈ ഗ്രൗണ്ടിൽ അവിടെയൊക്കെ നിൽക്കുന്ന എല്ലാവരും ഇവരുടെ പുറകിലേക്ക് ഒന്ന് വന്ന് നിൽക്കാമോ? ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആരും അവിടെ ഇരിക്കരുത്, എല്ലാവരും മുമ്പിലേക്ക് വന്നാണ്. ആ കസേരയെല്ലാം വിട്ട് എല്ലാവരും മുമ്പോട്ട് വന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കും. നാളേക്ക് ഇന്ന് സമാപന രാത്രിയല്ലേ, ലാസ്റ്റ് നൈറ്റ്, ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ ഫൈനൽ നൈറ്റ്. എല്ലാവരും ആ കസേരയെല്ലാം വിട്ട് സന്തോഷത്തോടെ ഏതായാലും വന്നു പോയില്ലേ, നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. महिमा सारे महिमा महिमा तुझे, महिमा सारे महिमा महिमा तुझे. तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे. तू है सिंहासन पर, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे. तू है सिंहासन पर, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे. तू है सिंहासन पर, तू है सिंहासन पर, तू है सिंहासन पर. महान है, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे. तू है सिंहासन पर, तू है सिंहासन पर. तू महान है, तू महान है, महिमा के योग्य तू है सिंहासन पर, और तेरी आराधना करे. महसा बाइशी दहा लाई दाइशी mamse naha tancha chaibo naha tancha chaibo naha tancha chaibo haro angi giziko haro angi changiko na tancha chaibo na tancha chaibo നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പ നിൻ സാന്നിധ്യം ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് വേറൊന്നും കരങ്ങൾ ഉയർത്തി പാടി നിൻ സാന്നിധ്യം അല്ലാതെ വേറൊന്നും ഹോ കഷ്ടതയിലും ദുഃഖവേളകളിൽ ഞാൻ നിന്നെ അല്ലാതെ വേറൊന്നും തേടില്ല തൂ മേരാ സബ് കുച്ച് ഹൈ തൂ മേരാ ധൻ ഹൈ തൂ മേരാ സബ് കുച്ച് ഹൈ
तू मेरा धन तेरी उपस्थिति और कुछ ना चाहूं നിൻ സാന്നിധ്യമല്ല വേറൊന്നും നിൻ സാന്നിധ്യമല്ലാതെ വിശ്വസ്തനായി നിന്റെ വേല ചെയ്യുവാൻ നിൻ വായിൽ നന്നായ അധ്വാനം ചെയ്യും നീ എന്നെ വിളിച്ചു ഞാൻ നിൻ വിളി കേട്ടു നീ എന്നെ വിളിച്ചു ഞാൻ നിൻ വിളി കേട്ടു നിൻ സാന്നിധ്യമല്ല വേറൊന്നുമേ നിൻ സാന്നിധ്യമല്ല കൃപയല്ലാതെ ശക്തിയല്ലാതെ നിൻ കൃപയല്ലാതെ നിൻ ശക്തിയല്ലാതെ നിൻ സാന്നിധ്യമല്ലാതെ. ഇന്നൊരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവാ, പട്ടാളത്തിലേക്ക് ആളെ എടുക്കാൻ പോവാ. ഉത്തരേന്ത്യൻ വേലയിൽ സധൈര്യം ഓടാൻ കരുത്തരായ ജനതനെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? ആ നാമം ധരിച്ച് മാസ്കറായി ചാസ്തിവി അന്യഭാഷകളിൽ അങ്ങ് പ്രാർത്ഥിച്ചു. അസാധാരണമായ ദൈവ സാന്നിധ്യം ഒരു സഭാഹാളിൻ്റെ അകത്ത് മിനിസ്റ്റർ ചെയ്യുമ്പോൾ വെളിപ്പെടുന്നത് പോലെ ഈ പരസ്യ പറമ്പിൽ, ഈ ഗ്രൗണ്ടിൽ, പന്തലില്ലാത്ത ഈ പറമ്പിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഖമാ ഇതിൻ്റെ അകത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. വലിയ ഭാരമുള്ളവർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ഇതൊരു മിഷന്റെ ഓട്ടർക്കോളാണ്. ഇത് ഈ ചർച്ച് എബനേസർ മിഷൻ ചർച്ചാണ്. എബനേസർ മിഷൻ ചർച്ച് പിന്നെ മിഷന്റെ ഓട്ടർക്കോളല്ലാതെ വേറെ എന്താണ് വേണ്ടത്? ഇയാളുടെ പേരെന്താണ്? ഷാജി ജാക്സൺ. ദൈവം നിന്നെ യൂസ് ചെയ്യാൻ പോവാ. നിന്നെ ഞാൻ പറിച്ച് നടും. ഭർത്താവ് എന്നെ കാണിക്കുന്നു. നിനക്ക് തന്നെ പറ്റത്തില്ല, പക്ഷെ ദൈവം ചെയ്യാൻ പോവാ. ഒത്തിരി പുറകോട്ടുള്ള കയറുകളുണ്ട്, പൊട്ടിക്കും ഞാൻ. നിന്നെ എനിക്ക് ഇവിടെയല്ല വേണ്ടേ, നീ ഞാൻ കയറി വരാമോ? तू महान है, महिमा के योग्य तो तू है सिंहासन. യേശുനാ യേശുനാ ആ വരി ഒന്ന് പാടാം. യേശുനാം യേശുനാം की जय. യേശുനാം 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 യേശുനാം. ഇതൊരു സൈനാണ്. ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തോട് പാടാൻ പറഞ്ഞെന്നറിയാമോ? ഇദ്ദേഹത്തെ ദൈവം ഇന്ത്യയിൽ മൈറ്റിയായി യൂസ് ചെയ്യാൻ പോവാ. കർത്താവ് ഇദ്ദേഹം അവിടെ നിന്ന് ആരാധിക്കുമ്പോൾ തന്നെ പരിശുദ്ധമ്മ എന്നോട് ചില ദൈവശബ്ദം അറിയിച്ചു. ഒരു കൺവെൻഷൻ യോഗം ആയതുകൊണ്ട് പ്രവചന മേഖലകളിലേക്ക് പോകാൻ ഒക്കത്തില്ലല്ലോ. പക്ഷേ എന്നെ ദൈവാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി ഇത്രയും ദൈവദാസന്മാർ ഒന്നിച്ചു ചേർന്ന് ഈ മകനെ ഒന്ന് അഭിഷേകം ചെയ്യാൻ പോവുകയാ. ഖമാൻ അനീഷ് പാസ്റ്റർ, ജോർജ് കുട്ടി പാസ്റ്റർ, എല്ലാവരുടെ മുമ്പിലേക്ക് വന്നു. എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല. നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. ദൈവത്തിന്റെ വചനം നമുക്ക് കിട്ടാത്തതൊക്കെ ഈ തലമുറയ്ക്ക് കർത്താവ് കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ കോൾ ഇദ്ദേഹത്തിന്റെ മേൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ അറിയുന്നു ഈ കൺവെൻഷൻ ഒരു പക്ഷേ ചിലതിനെയെല്ലാം തമ്പുരാൻ പൊക്കി പുറത്തെടുത്ത് കൊണ്ടുപോകാൻ എന്നെ കർത്താവ് കാണിക്കുന്ന പുറകോട്ട് വലിക്കുന്ന മുഴുവൻ കയറുകളെയും കട്ട് ചെയ്ത് മാറ്റി ദൈവരാജ്യത്തിന് വേണ്ടി ചിലതിനെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്.
on, clap your hands please. മാനസിക മണ്ഡലത്തിൽ കുരുക്കിയ മുഴുവൻ കെട്ടുകളെയും അഴിച്ചു മാറ്റി. ഞാൻ മിക്കവാറും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളൊക്കെ കേരളത്തിൽ മാത്രം ശുശ്രൂഷിച്ച് കേരളത്തിൻ്റെ മാത്രം ഒരു മിനിസ്ട്രിയിൽ ഇങ്ങനെ വേര് പിടിച്ച് ഇതിങ്ങനെ അങ്ങ് പോകുന്നൊരു ശൈലിയാണ്. വളരെ റെയർ കേസസ് മാത്രമേ ഉള്ളൂ പൊട്ടി ഏതെങ്കിലുമൊക്കെ മേഖലയെ കുറച്ച് ത്യാഗമൊക്കെ സഹിച്ച് പോകാറുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കോവർക്കേഴ്സിനോട് പറയും, ഞാൻ 10-20 ഭാഷകളെ ഇന്ത്യയിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ്, ട്രൈബൽ ലാംഗ്വേജിന്. അപ്പം ഞാൻ മിക്കവാറും ഞാൻ പറയും, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കണം. നമ്മുടെ ജസ്റ്റ് ഫോട്ടോ കോപ്പി ആയിട്ട് നമ്മുടെ പിള്ളേരെ നിർത്തരുത്. നമ്മൾ തൊടാത്ത കൊമ്പിൽ അവർ പിടിക്കണം. നമ്മുടെ പിള്ളേരെ കൊണ്ട് പിശാചിനെ തിരിച്ചടിക്കണം. അതാ ഒറിജിനൽ അപ്പൻ. പറഞ്ഞേ ആമേ. ഈ എനിക്കുണ്ട് 2 എണ്ണം. എനിക്ക് എൻ്റെ പിള്ളേരെ ഇങ്ങനെ കേരളത്തിൽ ഇന്ത്യക്കകത്ത് നിർത്തി, കാരണം അവരൊക്കെ കർത്താവിന് വേണ്ടി ഇന്ത്യയെ നിൽക്കണം, ഇതെൻ്റെ ആഗ്രഹം. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഫോട്ടോ കോപ്പി ആയിട്ട് അവർ ഇവിടെ നിന്നാൽ മതി. തമ്പുരാൻ പറഞ്ഞാൽ അവർ നിൻ്റെ ഫോട്ടോ കോപ്പിയല്ല, അവർ എൻ്റെ ഫോട്ടോ കോപ്പി. ഹോളി സ്പിരിറ്റ് ലോക്കലല്ല, ഹോളി സ്പിരിറ്റ് ഗ്ലോബലാണ്. മനുഷ്യൻ നിന്നെ ലോക്കലാക്കാൻ ശ്രമിക്കും, തമ്പുരാൻ നിന്നെ ഗ്ലോബലാക്കാൻ ശ്രമിക്കും. എന്ത് വേണമെന്ന് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. കമാൺ, ഇന്ന് രാത്രി ഒരു ഡിവൈൻ സെലക്ഷൻ ഇതിൻ്റെ അകത്ത് ദൈവം ചെയ്യുക. പ്രാർത്ഥിക്കാം, കണ്ണുകളെ മൂടുക. ഷാഹിബാദ ജലഗസ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ വന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ ഭാരം ദൈവത്തിനറിയാം. ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോകാറുണ്ടായിരിക്കും. ഇവിടെ ഇന്നലെ ഞാനിവിടെ കോവളത്തുണ്ടായിരുന്നു. 12 മണിക്കൂർ കോവളത്തുണ്ടായിരുന്നു. 12 മണിക്കൂറിൽ ഒരു 11 മണിക്കൂർ മിനിസ്ട്രി ഞാൻ ചെയ്തിട്ടാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് പോയി പാമ്പാടി ചർച്ചിൽ ചെന്ന് മിനിസ്ട്രി കഴിഞ്ഞിട്ട് ആംബുലൻസ് വേഗതയിൽ എൻ്റെ സഹോദരൻ ഇവിടെ എത്തിച്ചെന്നെ 6:30 ആയപ്പോൾ. ഹല്ലേലൂയ. ഇനി ഇത് കഴിഞ്ഞ് തിരിച്ച് നേരെ അടിമാലിക്ക് പോവുകയാണ്. എന്നാ ഈ തീ കത്തിക്കണം. അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററുണ്ട്, ഷിബു എന്നാ പാസ്റ്ററിൻ്റെ പേര്. ആലത്തൂരിലാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. ഞാൻ കണ്ടിട്ട് 12 വർഷമായി. തമ്മിൽ ഇങ്ങനെ 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. 1 മിനിറ്റ്. ഇന്നലൊരു സാക്ഷ്യത്തിന് അവർക്ക് അവസരം കൊടുത്തപ്പോൾ അവരുടെ ഭാര്യ അലറി കരഞ്ഞുകൊണ്ട് പറയുക, നോർത്ത് ഇന്ത്യ പോവുക, കേൾക്കാത്തവരെടുത്ത് പോയി കേൾപ്പിക്കുക, ഇതല്ലാതെ വേറെ ഒരു ബേഡനില്ല. ബീഹാറിലായിരുന്നു കുറേ നാൾ, ഒത്തിരി കഷ്ടപ്പെട്ടു. കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ആ ദൈവദാസനെ ഞാൻ ഈ 12 വർഷത്തിൽ കണ്ടിട്ടില്ല. എന്നാ അദ്ദേഹമല്ല കരയണേ, അദ്ദേഹത്തിൻ്റെ ആത്മാവാ കരയുന്നേ. നിൻ്റെ അകത്തൊരു ആത്മഭാരമുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് യാത്രക്കാരെ കാണുമ്പോൾ നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നിനക്ക് ആത്മഭാരം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ 100 കണക്കിന് പേരെ കാണുമ്പോൾ യേശുവേ ഇവർ നിന്നെ അറിഞ്ഞില്ലല്ലോ എന്നോർക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയും. ദൈവമേ, എനിക്ക് അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്, ദർശനമുണ്ട്, പക്ഷേ ഞാൻ വീട്ടിൽ പൂട്ടിപ്പോയി, എനിക്ക് പറ്റണില്ല. മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പം കണ്ണിക്കൂടെ കണ്ണ് നിർധാരധാരയായി വരുന്നെങ്കിൽ എഴുതി വെച്ചോ, നിന്റെ മേലവൻ വാഹനമേറിയിട്ടുണ്ട്. ആത്മഭാരം നിനക്ക് കുറഞ്ഞിട്ടില്ല. കർത്താവ് നിന്നെയോ നിന്റെ തലമുറയെയോ ഉപയോഗിക്കാൻ പോകുക. തലമുറയിൽ ഒന്നിനെ സുവിശേഷത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് ടൈമാണ്. ഒരു ഓഫറിങ് ഇവിടെ കഴിഞ്ഞു, 2ാമത്തെ ഓഫറിങ്ങിന് സമയം തരികയാണ്. ഇന്ത്യൻ കറൻസി അല്ല ഇടണ്ടേ, തലമുറയിൽ ഒന്നിനെ ഞാൻ തരാം. ഒരു മിഷണറിയായി, ഒരു വേലയ്ക്കായി തരാമെന്ന് പറയുന്ന അപ്പനമ്മമാർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ തലമുറയിൽ ഒന്നിനെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാം. ഷാബ്രാഖോസ്. ഒത്തിരി കരങ്ങൾ ഉയരുന്നു. ആ കരം ഉയർന്നു തന്നെ ഇരിക്കട്ടെ. ആ കരം, ഞാൻ നിങ്ങളുടെ കൂടെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. In the name of Jesus. Rimana gadala raba. Shahimata jasata kata jasata. Shata raba. നിങ്ങൾ ഏത് ജനറേഷനെയാണോ നേർന്നിരിക്കുന്നത് ആ തലമുറയെ തമ്പുരാൻ തൊടാൻ പോകുക. ആ തലമുറയെ കർത്താവ് തൊടാൻ പോകുക. ഫിലിപ്പോസിന്റെ പെൺകുഞ്ഞുങ്ങൾ 4 പേരും കൃപാവരമുള്ളവരായിരുന്നത് പോലെ ഇന്നത്തെ രാത്രിയിലെ ഈ സ്തോത്ര കാഴ്ചയിൽ നിന്റെ തലമുറയെ ദൈവാത്മാവ് തൊടുകയാ. ആ കുഞ്ഞിന് 5 വയസ്സോ 2 വയസ്സോ 8 വയസ്സോ 10 വയസ്സോ എത്രയാ വയസ്സ്, ആ തലമുറയെ ഇന്ന് രാത്രി കർത്താവിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പറ, ലോർഡ്, എനിക്ക് പറ്റാത്തതിനെ എൻ്റെ തലമുറയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇന്ന് രാത്രി എൻ്റെ ജനറേഷനെ ഞാൻ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാ.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തലമുറകളെ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്ത അപ്പനമ്മമാർക്കായി സ്തോത്രം. അവരുടെ കൂടാരത്തിൽ നിന്നൊരു മിഷണറി പുറപ്പെടട്ടെ. അവരുടെ തലമുറകളെ ഉപയോഗിക്കണമേ കർത്താവേ, അവരുടെ തലമുറകളെ ഉപയോഗിക്കണമേ. ഈ സമയത്ത് നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആർ യു റെഡി നൗ? എത്ര പേർ തയ്യാറുണ്ട്? ഉത്തർപ്രദേശിൽ UP-യിൽ ജയിലിൽ ഒത്തിരി മിഷണറിമാർ കിടക്കുന്നു. ബീഹാറിൽ ജയിലിൽ മിഷണറിമാർ, മലയാളി മിഷണറിമാരുണ്ട്, ഹിന്ദി മിഷണറിമാരുണ്ട്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒട്ടും കുറവല്ല ജയിലുകളിൽ നമ്മുടെ ദൈവദാസന്മാർ. കാത്തലിക് സമുദായത്തിലുള്ള കന്യാസ്ത്രീമാർ, ഉപദ്രവിക്കപ്പെട്ടവർ, എത്രയോ പ്രിയപ്പെട്ടവർ. UP-യിൽ ഗോരഖ്പൂരിൽ 11 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. 4 പേരെ ജയിലിലടച്ചു. 4 സഹോദരിമാരാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തി. അവർക്ക് ബെയില് കിട്ടണം. ഒരു കൊച്ചു കുന്നിൻ്റെ മുകളിൽ നിന്ന് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ 2 കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിച്ചെങ്കിൽ ദേ പ്രൊഫറ്റിക് ആക്ഷൻ. ഞങ്ങളുടെ 2 കൈ ഉയർത്തി ഇന്ത്യയിൽ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ ബെയില് കിട്ടി പുറത്തു വരട്ടെ. ഉപദ്രവിക്കപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കിയ തല്ലി മുറിവേറ്റ അപ്പന്മാർ, വലിച്ചഴച്ചു കൊണ്ടുപോയ അപ്പന്മാർ, ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജീവിക്കുന്ന ഞങ്ങളുടെ രക്തസാക്ഷികൾ ഇന്ത്യയിലുണ്ട് യേശുവേ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മഹായോഗം കരങ്ങൾ ഉയർത്തി കൽപ്പിക്കുന്നു. ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നതിനായി സ്തോത്രം.